പിന്നെ ഈ മത്സ്യബന്ധനത്തിന് പോയ രണ്ടുപേരെ കാണുന്നില്ലല്ലോ. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഡെത്ത് നടന്നോ ഇല്ലെന്ന് അറിയത്തില്ല, അതിനെ പൂർണ്ണമായിട്ടല്ല. അപ്പോൾ ആ പെൺകുട്ടി പുള്ളിക്കാരൻ്റെ മകളാന്ന് തോന്നുന്നു. അപ്പോൾ ഈ മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് ചില ബൈറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, വലിയ അവർഗളായിട്ട്. നമുക്ക് സഹതാപം ഇതൊക്കെ ഉണ്ട്, പക്ഷെ രാഷ്ട്രീയം വെച്ചിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലേ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ പറയും. അത് തർക്കമൊന്നും വേണ്ട. കേരളത്തിലെ മുഖ്യമന്ത്രി എന്താക്ഷേപിച്ചെന്നാ പറയുന്നത്? ആരെ ആക്ഷേപിച്ചിന്? ഏത് ജാതിയെ ആക്ഷേപിച്ച്? ഏത് സമുദായത്തെ ആക്ഷേപിച്ച്? അത് പറയാമെന്ന് കേൾക്കട്ടെ. ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ തന്നെ ആക്ഷേപിച്ചോളൂ. നിന്റെ ഉപബോധ മനസ്സെന്ന് വരുന്ന ചിന്തക്കനുസരിച്ചിട്ടല്ല ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ കടലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം ഉണ്ടല്ലോ ഞങ്ങളെ മുൻ മുഖ്യമന്ത്രിന്റെ ഭയങ്കര പൊന്തിച്ചിട്ടില്ലേ? അവസാനം വണ്ടി മാറിയിട്ട് പോകേണ്ടി ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് അവിടെ ജനരോഷം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ട് താൽക്കാലികമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അപ്പോഴത്തേക്ക് കമ്മ്യൂണിറ്റി ആക്ഷേപിച്ചിട്ട് അവിടെ മാപ്പ് പറയണം, ഇവിടെ മാപ്പ് പറയണം. പറഞ്ഞ് നാളെ കാലത്ത് വന്നിട്ട് മാപ്പ് അങ്ങ് പറയാം. ഒന്നും മിണ്ടാട് നിക്കടി. നീ ആരോട് എന്ത് അച്ചാരം വാങ്ങിയിട്ടായാലും നമുക്കതിൽ വിഷയമൊന്നുമില്ല, മനസ്സിലായ? പിന്നെ ഈ വിഷയം പ്രകൃതിക്ഷോഭം മുഖ്യമന്ത്രി ഉണ്ടാക്കിയത്. പിന്നെ മുഖ്യമന്ത്രി വെച്ചാൽ വളരെ കൃത്യമായിട്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ പ്രകൃതി ദുരന്തത്തെ തടയാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനവും മുൻകരുതലും എടുത്തിട്ടുണ്ട്. അത് ഞങ്ങളും കാണുന്നുണ്ട്. പിന്നെ പറഞ്ഞല്ലോ, ചില അവനവന്റെ വിശേഷ ബുദ്ധിക്ക് അനുസരിച്ചിട്ട് ചില പ്രകൃതിയെ നമ്മളും തരണം ചെയ്യണം. എല്ലാം കപ്പർമെന്റ് ഇതാക്കിയിട്ട് വരണ്ട. ഇപ്പൊ ഒരു മഴക്കെടുതി ഉണ്ടെങ്കിൽ നമ്മളും കുറച്ച് സുരക്ഷ അവനവന് ഉണ്ടാക്കിയെടുക്കണം, മനസ്സിലായ? പിന്നെ ഇത്രയും കരുതി ഉണ്ടാകുമ്പോൾ കടലിൽ പോവേണ്ട ചട്ടം രാജ്യത്തുണ്ട്. പ്രളയമുണ്ടാകുമ്പോൾ കാലവർഷം തിമിർത്തി വയ്യുമ്പോഴൊക്കെ പോവേണ്ട എന്നുണ്ട്. പിന്നെ അത് പോയോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ അത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പൊ അതാക്കല്ലോ. പിന്നെ അവിടെ എല്ലാവിധ സംവിധാനങ്ങളും പിന്നെ ഹെലികോപ്റ്റർ അടക്കം വന്നിട്ടുണ്ട്. പിന്നെ അത് ഒരു പ്രാവശ്യമല്ലേ വന്നിട്ടുള്ളൂ, അത് 10 പ്രാവശ്യം വരാതെ എന്തെന്നായി പറയുന്നത്? ഇത് ആരെ സ്ക്രിപ്റ്റായത്? ഇതൊക്കെ നമ്മളും കാണുന്നുണ്ട്, മനസ്സിലായ? മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ അവനവന്റെ ഉപബോധ മനസ്സിനകത്ത് വരുന്ന ചിന്തക്കനുസരിച്ചിട്ട് എന്തും പറയാ. പറഞ്ഞല്ലോ, ഞാനിപ്പം സംസാരിക്കുന്നത് അത് ഏത് തരത്തിൽ ഉൾക്കൊള്ളണം എന്നത് കേൾവിക്കാരന്റെ ഒരു ഇഷ്ടം പോലെ ഇരിക്കും, മനസ്സിലായ? അതാണ് മുഖ്യമന്ത്രി അങ്ങനെ ആരും ആക്ഷേപിക്കുന്ന വ്യക്തിയൊന്നുമല്ല. ഒരു സമുദായത്തിൽ ഒരു ജാതി വിളിച്ചിട്ടുള്ള മറ്റൊന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. എന്താ അപ്പൊ പുള്ളിക്കാരൻ ചോറല്ലേ നിന്ന് തീട്ടൻ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി? എന്നിട്ട് ആരെയാണോ ആക്ഷേപിച്ചത് അവിടെ തന്നെ വന്ന് മാപ്പ്, അവിടെ അതേ സീറ്റുമ്പോൾ പോയിരുന്നിട്ട് മാപ്പ് പറയാം. ഇത് ലോകത്താദ്യം നടക്കുന്ന സംഭവമൊന്നുമല്ല, മനസ്സിലായോ? നിങ്ങൾക്ക് പ്രക്ഷോഭവും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അത്തരത്തിൽ സംസാരിക്കാം. അല്ല മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഏതെങ്കിലും ഈ അന്തംകമ്മികൾക്ക് വേണ്ടിയിട്ട് ആ വേല ചെയ്യുമ്പോൾ അത് കയ്യിലങ്ങ് വെച്ചാൽ മതി കേട്ടാ. അതിന് ഞങ്ങൾക്കും അറിയാം എങ്ങനെ പ്രതിരോധം തീർക്കണം എന്നുള്ള കാര്യം, എങ്ങനെ മറുപടി പറയണം എന്നുള്ള കാര്യം. കാലവർഷം തിമിർത്തി വയ്യുമ്പോൾ കുറെ അവരവർ ശ്രദ്ധിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ നോക്ക്, ഇപ്പൊ ഞാൻ എന്റെ ഭാഗത്ത് ഇരിട്ടി മേഖലയിൽ ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഈ കാലെ കൂട്ടിയിട്ട് തന്നെ എന്താ പറയാ അതിനെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് മെസ്സേജും കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ്. എല്ലാവരും അവിടെ മാറി ഇവിടെ ഉണ്ടാക്കിയ തൽക്കാലം ഇതിലേക്ക് മാറി താമസിക്കണം എന്ന് പറഞ്ഞു. ഇനിയിപ്പോ കുറെ അവിടെ മാറാണ്ട് നിൽക്കൂ. എന്നിട്ട് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോ അയ്യോ ചക്കാർ വന്നില്ലേ, ചക്കാർ ചാപ്പാട് തന്നില്ലേ, മുഖ്യമന്ത്രി എങ്ങനെയായേ, മന്ത്രിമാർ തിരിഞ്ഞു നോക്കിയില്ലേ എന്നിങ്ങനെ പറയൂ. എന്നാൽ അതിന്റെ മുൻകരുതലൊക്കെ അവിടെ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അതിലേക്കൊന്ന് മാറാൻ പറഞ്ഞ മാറത്തൂല്ല, അവിടെ നിൽക്കൂ. പിന്നെ സർക്കാർ മനുഷ്യരല്ലേ, അവരും ഞങ്ങളെപ്പോലുള്ളവർ തന്നെ. അവർ ജയിച്ചങ്ങ് അധികാരത്തിൽ വന്ന് അവരൊരു സ്ഥാനത്ത് ഇരുത്തിയെന്നേ ഉള്ളൂ. പിന്നെ പറയും ബോട്ടിനിങ് വരുമ്പോ ബോട്ടിനിങ് വന്ന് നിങ്ങൾക്ക് ഇഷ്ടം ചെയ്താൽ മതി, മനസ്സിലായ? ഒരു ഗവൺമെന്റ് നമ്മൾ നോക്കിക്കാണുക. വിമർശിച്ച തർക്കമൊന്നും ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ വിമർശിച്ച അപ്പുറത്തൊന്നുമല്ല. അപ്പൊ അതിന് സർക്കാരിന്റെ ഭാഗത്ത് അനാസ്ഥതങ്ങ് പറയട്ടെ. ഇതൊന്നുമില്ല. എന്നിട്ട് കുറെ കോലം പിടിച്ചിട്ട് കുറെ അങ്ങ് പോകും. ഈ മരണപ്പെട്ടിയോ എന്താ ഈ വീട്ടിലേക്ക് പോയിട്ട് എന്താ ഈ ചക്കാർ എന്താ ചെയ്തത്? ചക്കാർ അവിടെ സമയവും സന്ദർഭവും നോക്കി ഇവിടെ ഒരു സംവിധാനത്തെ അയക്കുമ്പോൾ അതിന് പ്രോട്ടോകോളും നിയമവ്യവസ്ഥയൊക്കെ നമ്മുടെ രാജ്യത്തും സ്റ്റേറ്റിനകത്തൊക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ചിട്ട് അങ്ങോട്ടൊക്കെ വരാൻ പറ്റും. പിന്നെ കടലിനോട് മല്ലടിച്ചിട്ട് ജീവിക്കുന്ന കടൽ മക്കൾ എല്ലാവരും ഓരോ ജോലിയോട് എല്ലാവരും മല്ലടിച്ചിട്ട് തന്നെ. ഇപ്പൊ ഞാൻ ഡ്രൈവിംഗ് പണിയെടുക്കുന്നത്, ഞാൻ വണ്ടിയോട് മല്ലടിച്ചിട്ടാ ഞാൻ എന്താ പറയുക ഞങ്ങൾ അധ്വാനിക്കുന്നത്. ഓരോ ജോലിക്കും ഓരോന്നിൻ്റെതായ എല്ലാം ഉണ്ട്, ഇല്ല ഞങ്ങൾ പറയുന്നില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്.
പിന്നെ അതിന് പ്രത്യേകം മല്ലടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ കൊണ്ട് ഇപ്പൊ ബി ഡി സതീശൻ പോയിട്ടൊന്ന് മല്ലടിക്കേണ്ട കടന്നാർ തടുത്തിട്ടുണ്ട്. ഇത് കുറേയായി കേക്കൽ തുടങ്ങിയിട്ട്. എല്ലാവരും ജീവൻ ഒരേ വലിയ, അതിന് മത്സ്യബന്ധനക്കാർക്ക് മാത്രം വേറൊരു ജീവനും ഇപ്പുറം പിന്നെ സാധാരണക്കാരെന്തും കൂലിപ്പണിയെടുക്കുന്ന മരിച്ചാൽ അതിന്റെ ജീവന് വേറെ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ തുല്യത തന്നെയാണ്. ഗവൺമെന്റ് അങ്ങനെ കൊടുക്കുകയും ചെയ്യാൻ പാടുള്ളൂ. കഴിഞ്ഞ 2 ദിവസമായി അതിങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെ മനുഷ്യത്വമില്ലാത്ത കഴിഞ്ഞ ഗവൺമെന്റ് പോലത്തെ ഗവൺമെന്റ് ആണെങ്കിൽ ഓക്കെ. ഇത് അങ്ങനത്തെ ഗവൺമെന്റും അല്ല. എല്ലാ വിഷയത്തിനകത്തും കറക്റ്റ്. പറയുമ്പോ നമ്മൾ അങ്ങ് ആക്ഷേപിച്ചു പോലും. ഒരു വിഭാഗത്തെ ഭയങ്കര കണ്ടുപിടി. മുഖ്യമന്ത്രിയുടെ മനസ്സിനകത്തുള്ള പെനക്ട് ചെയ്ത് കണ്ടെത്തിയിട്ട് എന്നൊരു കാര്യം നീയൊക്കെ പോയിട്ട് വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി എന്ത് സംസാരിക്കണം എന്നുള്ളത് എഴുതി സ്റ്റാമ്പ് അടിച്ചിട്ട് കൊടുക്ക്. ഒരു അനുഭവം നമ്മളെ മുമ്പിലുണ്ടാകുമ്പോ ആ അനുഭവം വെച്ച് പറഞ്ഞു. എന്ത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഹോക്കി വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് മുഖ്യമന്ത്രി പോയപ്പോ അവിടെ ഞങ്ങൾ കണ്ടതല്ലേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അവസാനം മുഖ്യമന്ത്രിയുടെ വണ്ടി മാറിയിട്ടല്ലേ കഴിഞ്ഞ മുഖ്യമന്ത്രി അവിടുന്ന് അങ്ങോട്ട് മാറിപ്പോയത്. അപ്പൊ അത് അനുഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പൊ തൽക്കാലം അങ്ങനെയൊക്കെ പോകുന്നില്ല. അവിടുത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കറിയാം. ആ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ മുമ്പിലുണ്ടല്ലോ. അപ്പൊ സമാധാനിക്കട്ടെ അങ്ങനെയാ പറയാം. അപ്പൊ അതിനെ ഒരു ആക്ഷേപിച്ചു. അതെന്താ അങ്ങനെ ആക്ഷേപിക്കാൻ കാരണം? ഇവിടെ വോട്ടിന് വരുമ്പം എന്റെ വോട്ടിന് വന്നൂടെ? ഒരു ഞാൻ അതാ പറയുന്നത്, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാ. അത്ര മാത്രം. എന്നാ പിന്നെ ആ ദുഃഖവും പ്രയാസോടെ പറയാം. മുഖ്യമന്ത്രി പറഞ്ഞത് അത് ശരിയായിട്ടില്ല. അതൊരു കമ്മ്യൂണിറ്റിയെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് ജനങ്ങൾക്ക് അത് മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പ്രശ്നമാവും. ഇതാകില്ല, ഇതൊരു കമ്മ്യൂണിറ്റി ആക്ഷേപിച്ച് മുഖ്യമന്ത്രി എവിടെയാണോ പറഞ്ഞത് അവിടെ വന്ന് മാപ്പ് പറയണം. പറയാ നാളെ രാവിലെ നീ അങ്ങ് എഴുതി കൊടുക്ക്. ഇത് കേൾക്കുന്നവരുടെ വിഡ്ഢികളല്ലേ? നമ്മളെപ്പോലുള്ളവരിലേക്ക് ഇത് കാണുന്നുണ്ട്. മുഖ്യമന്ത്രി എന്താ കേരളത്തിലെ എന്താ നടക്കുന്നുള്ള കാര്യം നമ്മളും ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ മാത്രം അങ്ങ് ബുദ്ധിമാന്മാരും ബാക്കിയുള്ളവരൊക്കെ ഒന്നിനും കൊള്ളാത്തവരും എന്നുള്ള ധാരണ അതെല്ലാം മാറ്റി അങ്ങ് വെക്ക്. പറഞ്ഞല്ലോ, അന്തം കമ്മികൾക്ക് സഹിക്കൂല. കാരണം അവറ്റകൾ എവിടെയും ഇല്ലാണ്ടായി. 35 ജനങ്ങൾ താത്തിക്കെട്ടി. അപ്പൊ ഇതെങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് കണ്ടില്ലേ ഞങ്ങള്? ആദ്യം സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ബസ് കൊടുക്കുമ്പോഴേക്ക് എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ. താത്വിക അവലോകനം ചെയ്ത് ഗവേഷണം നടത്തി ഇതെങ്ങനെ ഓടിക്കും, ഇത് നഷ്ടങ്ങൾ ഉണ്ടാവത്തില്ല, ഇത് ലാഭമുണ്ടോ, ഇത് സർക്കാർ പ്രൈവറ്റ് ബസ്സുകളെ അങ്ങ് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തീർത്ത് എന്തൊക്കെ കണ്ടുപിടുത്തേനും. ആർക്കെങ്കിലും പാവപ്പെട്ട സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് അത് മുടക്കാൻ വേണ്ടി. അത്തരം നിലപാട് സ്വീകരിക്കുന്നവരാ ഇവറ്റകള്, ഈ അന്തം കമ്മികള്. എന്നിട്ട് അവറ്റകൾ എഴുതിക്കൊടുത്ത സ്ക്രിപ്റ്റും കൊണ്ട് വന്നിട്ട് വലിയ 4, 3, 7 കണ്ടമുണ്ട് ഇംഗ്ലീഷൊക്കെ കയറ്റി അങ്ങ് വെച്ചിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിശ്വസിച്ച്. മനസ്സിലാ? ആ സതീശൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിറ്റി അങ്ങ് ആക്ഷേപിച്ച് വിശ്വസിച്ച് ഞങ്ങള് പോരെ ഇക്കിളിപ്പെടുവോ? രണ്ടായിരത്തി 2016 500 പേരെ എന്താ പറയണ്ട ഒരു മുൻകരുതൽ ഡാം തുറന്ന് വിട്ടിട്ട് ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. അന്ന് കോൺഗ്രസിന്റെ ഒരാളും അല്ലെങ്കിൽ UDFന്റെ ഒരു പ്രവർത്തകന്മാരും അതിൽ പോയിട്ട് രാഷ്ട്രീയം കളിക്കാനോ അതിനകത്ത് മുതലെടുക്കാനോ ഞങ്ങളാരും ശ്രമിച്ചിട്ടുമില്ല. ആ നാണംകെട്ട പരിപാടി ഞങ്ങൾ എടുക്കത്തുമില്ല. ഇപ്പൊ എന്തൊക്കെ ക്യാമ്പിനകത്ത് പോയിട്ട് ചില എന്താ പറയുക പ്രായമായ അമ്മമാരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്ന ഒരു നാണം കെട്ട പ്രത്യശാസ്ത്രമല്ല ഈ അന്തം കമ്മികൾ. വിവര ഇവറ്റകൾക്ക് ഉണ്ടാ ദുരന്തമുഖത്ത് പോലും ഇവരെ വൃത്തികെട്ട രാഷ്ട്രീയം അല്ലേ? അവസാനം ആ സ്ത്രീക്ക് വൈകുന്നേരം മാറ്റി പറയേണ്ടിയും വന്നില്ലേ? രാഷ്ട്രീയമൊക്കെ വേണോ? അതൊക്കെ ഓക്കെ. പക്ഷെ അത് ഈ ദുരന്തമുഖത്തും സർക്കാർ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ജൂൺ 30 തന്നെ ഇതിന്റെ പ്രിപ്പയർഡാ. എല്ലാവരും ഇതിന്റെ എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്. ക്യാമ്പ് പോലും 100ഓളം ക്യാമ്പ് പോലും തുറന്നിട്ടുണ്ട്. എന്നിട്ട് സർക്കാർ മെസ്സേജും കൊടുത്ത്. പിന്നെ ഞങ്ങൾ വലിയ സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരാണല്ലോ. ഞങ്ങൾ കേരളം വലിയ ബുദ്ധിമാന്മാർ. അവിടെ തന്നെ നിൽക്കും. പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പോകും.
എന്നിട്ട് എന്തെങ്കിലും ദുരന്തം പറ്റും, ചക്കാറാക്കിയേ, ചക്കാർ ഇങ്ങനെയാക്കിയേ, പൊക്കി മുഖ്യമന്ത്രി ഇങ്ങനെ മഞ്ജുമാൻ ചിഞ്ഞി നോക്കിയില്ലേ, ഇതെന്താ അവര് മനുഷ്യന്മാരല്ലേ? അവര് മനുഷ്യന്മാരല്ലേ? പറഞ്ഞ പോലെ കേൾക്കണ്ടേ? എന്നിട്ട് പറയുമ്പോ നികുതി പനയല്ലേ, ടാക്സിന്റെ പനയല്ലേ, ഞങ്ങൾ തന്നെയല്ലേ, അല്ല അവരെ വീട്ടിൽ നിന്ന് ഇപ്പം കൊണ്ടുവന്നിട്ട് നമുക്ക് നന്നാക്കി തരാം. അത് അങ്ങനെ തന്നെയല്ല, ലോകം തന്നെ അങ്ങനെയാ. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അത് നികുതി പനവും മറ്റേ പനവും ഉള്ളൂ, ടാക്സും ഇല്ലല്ലോ. അങ്ങനെ തന്നെയാ ലോകം മുന്നോട്ട് പോകുന്നത്. അത് ലോകത്ത് എവിടെ അങ്ങനെ തന്നെയാ. മനസ്സിലായ? അളപ്പം കൊണ്ട് ഇങ്ങ് ബാധന എന്താ ഞങ്ങൾ വോട്ട്, ഇവരൊന്നും വോട്ട് പോയിട്ട് ഞാൻ പറയുന്നില്ല വെറുതെ. അങ്ങനെ വോട്ട് ചെയ്തിട്ട് വിജയിപ്പിച്ചില്ലെങ്കിൽ ഇങ്ങനെ പറയൂല, ഈ പച്ചക്കൾ നുണ പറയൂലല്ലോ. കമ്മ്യൂണിറ്റി ആക്ഷേപിച്ചു പോലും. ഒരു വിഷയത്തിനകത്ത് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞതാ. എന്നൊരു കാര്യ 3.5 കോടി ജനങ്ങളെ കേരളത്തിൽ എല്ലാവരോടും ലെറ്ററിങ് കൊടുത്തിട്ട് മുഖ്യമന്ത്രി എന്ത് സംസാരിക്കണം എന്നുള്ള ഓരോരാളും 3.5 കോടി ജനങ്ങൾ എഴുതി കൊടുക്ക്, എന്നിട്ട് സീൽ കുത്തിയിട്ട് കൊടുക്ക്. അത് നോക്കി പറയട്ടെ, പറ്റുവാ? അന്തംകമ്പിന്റെ വാക്കും കേട്ടിട്ട് വന്നിട്ട് ഇത് കുറെ കാലായില്ലേ ഞങ്ങൾക്ക് നേരെ ഈ പച്ച നുണ എന്തൊക്കെ തരത്തിൽ ഇവറ്റകൾ നടത്തി നോക്കി ഇല്ലേ? പാർലമെന്റ് ഇലക്ഷനിൽ ഞങ്ങൾ കണ്ടതല്ലേ. എന്നിട്ട് എന്താ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചോ ഇവറ്റകളെ ചെയ്യുക? അത് കഴിഞ്ഞ് ലോക്കൽ ബോർഡ് ഇലക്ഷനിൽ ഇല്ലേ, അവിടെയും ഇവറ്റകളെ ജനങ്ങൾ തൂത്തെറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ദുരന്തമുഖത്ത് ഇതും ജനങ്ങൾ കാണുന്നുണ്ടെന്നുള്ള ബോധം വേണം ഇവറ്റകൾക്ക്, ഈ പറയുന്ന ഈ 4-7 അന്തംകമ്മികൾക്ക്. മനസ്സിലായ? എന്നിട്ടൊരു പോസ്റ്റും പിണറായി ആയിരുന്നു ശരി, കേരളം വോട്ട് ചെയ്ത ജനങ്ങൾ എന്താ അനുഭവിക്കേണ്ടത്? ജനങ്ങൾ ഇപ്പൊ സുഖ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ജനങ്ങൾ, കേരളത്തിൽ സമാധാനപരമായി ജീവിക്കാൻ ഒരു അന്തരീക്ഷം ആഭ്യന്തര വകുപ്പ് അടക്കമുണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിലെ ലഹരി മാഫിയയുടെ അബ്ബാക്കി മാറ്റിയ നാണം കെട്ടവരായി. അന്നൊന്നും ഇവറ്റകൾക്കൊന്നും പറയണ്ട, ആർക്കൊരു ഈ സാമാനം കുക്കിപ്പിടിച്ചിട്ട് ഒരുത്തന്റെ ഇടയിലേക്ക് പോകണ്ട അല്ലേ? ഇപ്പൊ നിവർന്നു നിന്നൊക്കെ ഇപ്പൊ ഞങ്ങൾ തന്നെ കണ്ടില്ല, ഏതോ ഒരുത്തന്റെ പോസ്റ്റ് സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രിക്ക് പോലും എന്താ പറയണ്ടേ, എന്തോ ഭീഷണി പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വളർന്നു വന്ന പാർട്ടി ഏതാണെന്ന് അറിയാം, പൂടെയാണ്. അതൊക്കെ കാലം കഴിഞ്ഞ് ഇവന്റെയൊക്കെ ഈ ഒളിവിൽ ഇരുന്നിട്ട് ഈ പോസ്റ്റും തള്ളിമറിക്കലൊക്കെ അതൊക്കെ കാലം കുറെ കഴിഞ്ഞടോ. നീ അത്രക്ക് തന്നെ ഒളിവിൽ ഇരുന്നിട്ടല്ല പോസ്റ്ററുണ്ട്, നിന്റെ പാർട്ടി ഉണ്ടല്ലോ ഇവിടെ. ഈ ചോപ്പ് കുളവും കൊണ്ട് ഇറങ്ങി വന്നിട്ട് നിൽക്ക്. പോലീസുകാരെ ഭീഷണി, രാജ്യത്തെ സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രിക്കേറെ ഭീഷണി, എന്താണ് ഇത്? തോന്നിയാ വെള്ളരിക്കപ്പെട്ടണ? എന്നിട്ട് പറയും ഇതിനെ നിങ്ങൾക്കറിയത്തില്ല ഈ പാർട്ടി എന്താ നിങ്ങൾ അറിയേണ്ടെന്നാണ്. ഇനിയൊന്നും അറിയേണ്ട, ലോകത്ത് നിന്ന് മുഴുവൻ ചവിട്ടി ഓടിച്ച് തല്ലി ഓടിച്ച്. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടികളൊക്കെ പരാജയപ്പെട്ടൊക്കെ സ്വാഭാവികം. പരാജയപ്പെട്ടതിന് ശേഷം പച്ച മാറ്റലെടുത്തിട്ട് ആ ത്രിപുരയിലൊക്കെ അടിച്ചിട്ട് അങ്ങേക്ക കയറ്റിയത് എന്തുകൊണ്ടാണ്? ഈ കയ്യിൽ ഇതാണ് അവസ്ഥ. ഇപ്പം 35 സീറ്റിൽ കേരളത്തിൽ ജനങ്ങൾ ഒതുക്കിയതേ ഉള്ളൂ. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ത്രിപുരയിൽ അതേപോലെ കേരളത്തിലും വരും. കാരണം അത്ര വൃത്തികെട്ട രാഷ്ട്രീയമായി കളിക്കുന്നത്. ഈ പാവങ്ങളെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അത് പഞ്ഞോ ഇത് പഞ്ഞോ എന്നെ പിണറായി ആയിരുന്നു ശരിയെന്ന് പഞ്ഞോ അത് കേട്ടിട്ട് ഇവറ്റകൾ അതങ്ങ് പറയുകയും ചെയ്യും. എന്താ കേരളത്തിലെ ജനങ്ങളുടെ പൊട്ടന്മാരല്ലേ, വിഡ്ഢികളാണ് ഇവ. ഈ കുറച്ച് ഈ അന്തംകമ്മികൾക്ക് മാത്രം ഭയങ്കര ബുദ്ധിമാന്മാരല്ലേ ഇവര്. എന്നിട്ട് കേരളത്തിലെ ജനങ്ങളൊക്കെ അനുഭവിച്ചോ നിങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാർ അല്ലേ? എടാ, ബുദ്ധിയും വിവരമുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്നത്. അതുകൊണ്ടാണ് 102 സീറ്റും കൊണ്ട് ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് കയറ്റത്. അവർക്കറിയാം ഇവിടെ ആരാ ശരി ആരാ തെറ്റെന്നുള്ള കാര്യം. ഇത് ഒരു കേരളത്തിൽ ദുരന്തം നടന്ന് സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇനി ഏതെങ്കിലും ക്യാമ്പിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അവിടെ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകളോ കാര്യങ്ങളോ കൊണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് വളരെ ഇതായിട്ട് ഒരു പരാതി രൂപത്തിൽ ഈ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഏർപ്പെടുത്തി അത് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കും ഞങ്ങൾ. അതിനകത്ത് പാർട്ടി നോക്കത്തില്ല, UDFന്റെ സംവിധാനം. മനസ്സിലായ? അപ്പൊ അത് പറയാണ്ട് അപ്പാടെല്ലാം പുക്കി മുഖ്യമന്ത്രി എല്ലാം മുഖ്യമന്ത്രി നേരെ മുഖ്യമന്ത്രിയിലേക്ക്. അപ്പൊ എന്തിനാണ് വകുപ്പും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തിനാ എറളിയിൽ പിടിക്കാനാ? കണ്ടില്ലേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ആദ്യത്തെ ഒരു പെരുന്നാളെന്ന് തോന്നുന്നു, അന്ന് പെൻഷൻ ഗവൺമെന്റ് കൊടുത്തു. ഇവറ്റകളെ ഈ ഉണ്ടാക്കിയ ബാങ്കിൽ ഇട്ട് കൊടുത്തു. ഏതാന്ന് പിന്നെ സഹകരണ ബാങ്കിൽ. ഇവറ്റകൾ മനഃപൂർവ്വം ചില മേഖലയിൽ ലൈറ്റാക്കി. ഉടനെ പോസ്റ്റ് എന്താ പോസ്റ്റ്? ഇതാ പെൻഷൻ ഇല്ലാതെ പിണറായി പോയി
പെൻഷനില്ലാത്ത പെരുന്നാൾ ഇതാ ആദ്യമായിട്ട് 10 വർഷത്തിന് ശേഷം. ഞാനിത് സത്യാവസ്ഥ എടുക്കാൻ ഞാൻ ഉടനെ ഞങ്ങളുടെ കുടുംബത്തിലും പെൻഷൻ വാങ്ങിക്കുന്ന ആളുണ്ട്. ഞാൻ ഉടനെ ഫോൺ ചെയ്ത് ഇത് കണ്ട് ഈ വാർത്തയും ഇതൊക്കെ കണ്ടുതരാം. അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ പെൻഷൻ കിട്ടി. പിന്നെ എങ്ങനെ അങ്ങനെ പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് പറയുന്നത് ഇവറ്റകളെ ഈ സഹകരണ ബാങ്കിനകത്തുനിന്ന് ആ ഉദ്യോഗസ്ഥന്മാർ ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഇതുപോലെ പച്ച നുണ ഉണ്ടാക്കാൻ വേണ്ടി ലൈറ്റാക്കി എന്നിട്ട് പറയും സർക്കാർ അത് ലീവിലായിരുന്നുള്ളേ. പെരുന്നാൾ അവധി പ്രമാണിച്ചിട്ട് നമുക്ക് ടൈം കിട്ടിയില്ല. ഇതാവസ്ഥ. അവിടെ സർക്കാർ കൊടുക്കുന്നില്ല എന്ന് പേരുണ്ടാക്കി. അപ്പൊ ആ സംവിധാനത്തിലേക്ക് ഇനി വേണ്ട എന്നുകൊണ്ട് സർക്കാർ ഉചിതമായിട്ട് നല്ലൊരു തീരുമാനം എടുത്തത്. എന്താ തീരുമാനം എടുത്തത്? ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് കാശ് ഉടനെ അതാ വീണ്ടും വന്ന് എന്ന് ഇതാ കണ്ടില്ലേ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, ബാങ്കിലെ ഇടപാട് അറിയാത്തവർക്ക് എങ്ങനെ പെൻഷൻ കിട്ടും? എടാ ഉത്തരവ് എന്താന്ന് വായിക്കണം നിങ്ങൾ. ബാങ്കിലേക്ക് പോവാൻ പറ്റാത്ത കിടപ്പ് രോഗികൾക്ക് അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും. മറ്റുള്ളവർക്ക് ബാങ്കുമായി ഇടപാടുകളൊക്കെ അറിയുന്നവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് വരും. ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള നേരത്ത് അവർക്ക് ഒഴിവ് പോലെ പോയിട്ട് അവരെ കാശ് ഒരു വർഷമില്ലാണ്ട് ATM കുത്തിയ കായ് ഇങ്ങോട്ടേക്ക് വരും. മനസ്സിലായ? അത് നല്ലൊരു പ്രോസസ്സിംഗാ. അതിനെപ്പോലും ഏത് തരത്തിലായി ഇവറ്റകൾ ഇപ്പം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഇവറ്റകൾക്ക് കക്കാൻ കിട്ടത്തില്ല, നക്കാൻ കിട്ടത്തില്ല. മനസ്സിലായ? ഇത് ഇവറ്റകൾ ഇത് എടുത്തിട്ട് പോയിട്ട് കൊടുത്താൽ കൊടുത്തില്ലെങ്കില്ല. അങ്ങനെ എത്ര പരാതികൾ ഈ വാർത്താ മാധ്യമങ്ങളിൽ കാണിച്ചിട്ടില്ലേ? അപ്പൊ അതിനൊക്കെ ഒരു അറുതി വരുത്താൻ വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ഗവൺമെന്റാ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാ. ആ ഗവൺമെന്റിനെതിരെ പച്ച നോണ വിളിച്ചു പറയുക. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് അങ്ങ് പറഞ്ഞു വെക്കുക, ഈ ഇങ്ങനെ കളവ് പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങളും പറയും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക.